പേഷ്യൻസ്, ക്ഷമ. കുരുങ്ങിക്കിടക്കുന്ന ഈ മീൻ വല നേരെയാക്കുന്ന മുതൽ മീനുണ്ടാവാൻ സാധ്യതയുള്ള ഭാഗം കണ്ടുപിടിക്കുന്നവരെ, വല വീശുന്നതിന് മുൻപ് വരെ ക്ഷമയോടെ നിൽക്കും ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട്. ഷവോമി 15 അൾട്ര ക്യാമറ ടെസ്റ്റിന് കയ്യിൽ കിട്ടാനും ഈ വല വീശുന്ന മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാനും ഞാനും ഒരുപാട് വെയിറ്റ് ചെയ്തു. ഞാൻ ഇതുവരെ റിവ്യൂ ചെയ്തതിലെ ഏറ്റവും കിടിലം ക്യാമറ സ്പെക്കുള്ള സ്മാർട്ട് ഫോണാണ് ഷവോമി 15 അൾട്ര. എനിക്ക് ഈ ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫോട്ടോസിലുള്ള കളേഴ്സ്. ലൈക്ക ഒത്തൻറ്റിക് എന്ന് പറയുന്ന കളേഴ്സിലായിരുന്നു ഞാൻ ഫോട്ടോസ് എല്ലാം എടുത്തത്. നല്ലൊരു മൂഡി കളർ ടോണാണത്. വളരെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമേ എഡിറ്റിൽ ചെയ്തിട്ടുള്ളൂ. മുമ്പത്തെ വീഡിയോസിൽ പലരും ചോദിച്ച പോലെ എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോസിൻ്റെ ഡ്രൈവ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽട്ടർ നൈസായിരുന്നു. പിന്നെ കൊച്ചി എടപ്പള്ളിയിലുള്ള നമ്മുടെ ടെക്യൂവിൽ നല്ല ഓഫേഴ്സിന് സ്മാർട്ട് ഫോൺസും മറ്റ് ഗാഡ്ജറ്റ്സും ഉണ്ടെന്ന് മാത്രമല്ല, കിടിലൻ കസ്റ്റമർ സർവീസും ഉണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത സ്മാർട്ട് ഫോൺസിൽ ഏറ്റവും നല്ല സൂം ക്വാളിറ്റി ഉള്ള ടെലിഫോട്ടോ ക്യാമറ ഇതിൻ്റെ 4.3x അല്ലെങ്കിൽ 100mm ലെൻസായിരുന്നു. നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജ് ക്വാളിറ്റി, നല്ല സൂം ചെയ്തെടുത്ത ഫോട്ടോസിലും വീഡിയോസിലും ക്വാളിറ്റി ലോസ് വളരെ മിനിമലായിരുന്നു. യൂസബിൾ ആയിരുന്നു മിക്ക ഷോട്ട്സും. അതുപോലെ തന്നെ 70mm 3x ലെൻസും നൈസായിരുന്നു. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തത് ഇത്രയും നല്ല ഒപ്റ്റിക്സ് ക്വാളിറ്റി ഉള്ള ഫോണിൻ്റെ വീഡിയോ ടെസ്റ്റ് ചെയ്യാനായിരുന്നു. ഞാൻ ഫോട്ടോസിനെക്കാട്ടി കൂടുതൽ വീഡിയോസ് എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഓരോ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇറങ്ങുമ്പോഴും ഞാൻ അതിൻ്റെ വീഡിയോ ടെസ്റ്റ് ചെയ്യാനായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. മെയിനായിട്ടും 10-bit ലോക്ക് പ്രൊഫൈൽ. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലും അതുണ്ട്. പക്ഷേ ഈ ഫോണിൽ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയത് ഇതിൽ 10-bit ലോഗിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും അതിൻ്റെ ബിറ്റ് റേറ്റ്, അതായത് ഡാറ്റ റേറ്റ് വളരെ കുറവായിരുന്നു. ഈ ബിറ്റ് റേറ്റാണ് ശരിക്കും വീഡിയോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. 4K 60 FPS 28 to 60 Mbps ആയിരുന്നു ലോഗ് വീഡിയോയിലെ ബിറ്റ് റേറ്റ്. വിവോ X200 Proയുടെ ലോഗ് വീഡിയോ ഓൾമോസ്റ്റ് എല്ലാ ഷോട്ട്സും 90 to 110 Mbps ആയിരുന്നു ബിറ്റ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോഗിൻ്റെ ക്വാളിറ്റി ഭയങ്കര നൈസായിരുന്നു. ഇപ്പോൾ ഉള്ള മറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലെ പോലെ ഒരു ഹൈ ബിറ്റ് റേറ്റ് ഓപ്ഷൻ വീഡിയോയുടെ സെറ്റിങ്സിലില്ലാത്തത് ഒരു നെഗറ്റീവായിട്ട് തോന്നി. വേറൊരു കാര്യം, ഈ ഫോണിൽ 10-bit ലോഗ് നോർമൽ വീഡിയോ മോഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പ്രോ വീഡിയോ മോഡിൽ മാത്രമേ അതിനുള്ള ഓപ്ഷനുള്ളൂ. വളരെ പൊട്ടൻഷ്യലുള്ള 1-inch സെൻസറായ മെയിൻ ക്യാമറയിൽ ലോഗിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഫോക്കസ് ഇഷ്യൂ ഉണ്ടായിരുന്നു. നോർമൽ വീഡിയോ മോഡിൽ ഈ ഇഷ്യൂ ഇല്ല. മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് ആയിരുന്നു. പിന്നെ 4.3x ടെലിഫോട്ടോ ലെൻസിൻ്റെ സ്റ്റെബിലൈസേഷൻ അടിപൊളിയായിരുന്നു. ഹരിയുടെ ഒരു ഓർബിറ്റിംഗ് ഷോട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കിന്നിൽ ഇടയ്ക്കിടയ്ക്ക് കളേഴ്സ് മാറുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും 100mm ലെൻസിൻ്റെ വീഡിയോ ക്വാളിറ്റി കിടിലമായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം പ്രോസസ്സിങ്ങും സോഫ്റ്റ്വെയറും റിലേറ്റഡ് ആയിട്ട് തോന്നി. മേ ബി അപ്ഡേറ്റ്സിൽ ബെറ്റർ ആവുമായിരിക്കും. അതുപോലെ പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ പ്രോസസ്സിങ്ങും അത്ര കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. ഇതിലെ ബാക്ക്ഗ്രൗണ്ടിലെ ഓവർ എക്സ്പോസ്ഡ് ഹൈലൈറ്റ്സ് ചില ഫോട്ടോസിൽ പ്രോസസ്സ് ആവുന്നില്ലായിരുന്നു. സ്റ്റിൽ നല്ല പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ലൈക്കയുടെ കളേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോസിൽ നല്ല രസമുള്ളൊരു പരിപാടിയാണ്. ഇതൊരു 1 day മാത്രം ഈ ഫോണിൻ്റെ ക്യാമറ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയതാണ്. കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വീഡിയോസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.